അത് കോൺഗ്രസ്സിൽ ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ദേശീയ സെക്രട്ടറി ആകാനില്ല എന്നാണ് അബിൻ വർക്കി ഇപ്പോൾ പറയുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നേരത്തെ തന്നെ താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നതാണ്. താല്പര്യം മാത്രമല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയതാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി. അതല്ല, പാർട്ടിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വേണ്ട എന്ന് പറയുന്നവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുമല്ലോ. അബിൻ വർക്കി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തീരുമാനത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നാണ് ശ്രീ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളൊരു കോൺട്രവേഴ്സി ആക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ദേശീയ സെക്രട്ടറി സംസ്ഥാനത്ത് നിന്ന് മാറി ദേശീയ തലത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും അത് വേണ്ടെന്ന് പറയുന്നത്. അല്ല, അതിപ്പോൾ ചില നേതാക്കന്മാർക്ക് സംസ്ഥാനമാണ് താല്പര്യം, ചിലർക്ക് ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഇപ്പോൾ എനിക്കായിരുന്നു ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിച്ച. സംസ്ഥാനത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കണം. അതല്ല, യൂത്ത് ഒരു ടീമല്ലേ നല്ലത്? KPCCക്ക് ഒരു ടീമല്ല, ഒരു വ്യക്തിയേക്കാൾ നല്ലത് ഒരു ടീമല്ലേ? അപ്പോൾ ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുക. കാരണം KPCCക്ക് ഒരു ടീമിനെയാണ് വെച്ചത്, അതുപോലെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു ടീം വെച്ചിരിക്കുന്നു. അത് തികച്ചും സ്വാഗതാർഹമാണ്. കാര്യം ഒരാളേക്കാൾ നല്ലത് ഒരു ടീമാണ്. അത് അവർ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് ചെന്നിരുന്നു, പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു. പക്ഷേ അദ്ദേഹം ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി നൽകിയിട്ടുണ്ട്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ആ മണ്ഡലത്തിൽ പോകേണ്ട അദ്ദേഹത്തിൻ്റെ കടമയാണ്. അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഒരു MLA എന്ന നിലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കേണ്ടത് MLAയുടെ കടമയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു. അതിനകത്ത് തെറ്റ് തീർച്ചയായും അത് തന്നെയാണ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണം വന്നപ്പോൾ KPCC നടപടിയെടുത്തു. ഇനി അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അത് ഒരു MLA എന്ന നിലയിൽ അയാൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാവുന്നതാണല്ലോ. MLA എന്ന നിലയിൽ അതിനെന്താ തെറ്റ്? അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട MLA അല്ലേ? അതല്ലേ? പിന്നെ KPCC അദ്ദേഹത്തിന് എതിരെ എടുക്കേണ്ട ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓവർ. അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ശബരിമല സ്വർണ്ണപ്പാളി അതിൻ്റെ വിഷയത്തിലൊക്കെ ഇടത് സർക്കാർ ദേവസ്വം ബോർഡൊക്കെ പ്രതിരോധത്തിലാണ്. UDFനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ UDFനെയും ഒപ്പം കോൺഗ്രസിനെയും എല്ലാം സാധ്യത കുറയ്ക്കില്ല. UDF ശബരിമല കാര്യം ഒരു അഡ്വാൻറ്റേജായിട്ടൊന്നും കാണുന്നില്ല. മറിച്ച് ശബരിമലയിലെ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ അത് എല്ലാവരുടെയും ആശങ്കയാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്, കോൺഗ്രസിൻ്റെ മാത്രം അല്ല. അതിനെ ഒരു തരത്തിലും അഡ്വാൻറ്റേജായി കോൺഗ്രസ് കാണേണ്ട കാര്യവുമില്ല. ഈ നഷ്ടം, ഈ മോഷണം നടത്തിയതാരാണെന്ന് അവരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ആവശ്യം. അതിന് കോടതി തന്നെ ഇപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ കള്ളന്മാരെയൊക്കെ കണ്ടെത്തി അവരെ ഇരുമ്പഴിക്കുള്ളിൽ കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതിപ്പം അബിൻ വർക്കിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം KPCCയുടെ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ട്. അതിൽ സംഘടനാവിരുദ്ധമായ ഒന്നുമില്ല.
പാർട്ടി അവസാനം എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് എൻ്റെ എന്നുമുള്ള നിലപാട് ഇപ്പോഴും അത് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനം വരും. അതേതൊരു നേതാവിനും ഇഷ്ടമില്ലാത്ത തീരുമാനം പാർട്ടിയിൽ നിന്ന് വരും. അതെല്ലാ പാർട്ടികളിലും അങ്ങനെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ തീരുമാനം ഉണ്ടാകുമ്പോൾ നമുക്കിഷ്ടമായ തീരുമാനം അല്ലെങ്കിൽ ആണെങ്കിൽ മാത്രം അംഗീകരിക്കുക, അല്ലെങ്കിൽ എല്ലാ തീരുമാനവും അംഗീകരിക്കണം. സോ പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.